അഡ്വക്കേറ്റ് RS രാജീവ് BJP പ്രതിനിധി ഇന്ന് വന്നിരിക്കുന്ന BJP നേതാക്കളുടെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ ഒന്ന് കെ സുരേന്ദ്രൻ്റെതായിരുന്നു, ഒന്ന് PK കൃഷ്ണദാസിനാണ്. PK കൃഷ്ണദാസ് പറഞ്ഞത് ഒരു തലവന്റെ കീഴിലെ രണ്ട് മാഫിയ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്നാണ്. ADGPയുടെ പക്കൽ അൻവർ പൊട്ടിച്ചതിനേക്കാൾ വലിയ ബോംബുണ്ടത്രേ. ആ ബോംബ് പൊട്ടിയാൽ മുഖ്യമന്ത്രിക്ക് സ്ഥാനം നഷ്ടപ്പെടും എന്നാണ് PK കൃഷ്ണദാസ് പറയുന്നത്. അപ്പുറത്ത് കെ സുരേന്ദ്രനാകട്ടെ CPM നേതാക്കളെ വരെ പിണറായി കബളിപ്പിക്കുകയാണ്. പിണറായി മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് രാജിവെക്കണം, MV ഗോവിന്ദൻ കാശിക്ക് പോകണം എന്നൊക്കെയാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. പക്ഷേ ADGP MR അജിത് കുമാറിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല അഭിപ്രായമാണ് അല്ലേ? ഞങ്ങൾ ADGP അനിൽകുമാറിനെ വെള്ളപൂശിയിട്ട് ആരും തന്നെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറയുന്നത് ADGP അനിൽകുമാർ ആയിരുന്നാലും ശശി ആയിരുന്നാലും കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അതെ അജിത് കുമാർ അദ്ദേഹമായിരുന്നാലും ശശി ആയിരുന്നാലും ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിന് സുരക്ഷിത വേകേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ്, ആ ഡിപ്പാർട്ട്മെന്റിനെ എതിരായിട്ട് ഭരണപക്ഷത്തിലെ തന്നെ ഒരു MLA ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരോപണം അന്വേഷിക്കാൻ പോലും തയ്യാറാകാതെ ഇരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. ഈ ഓഫീസ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്, അല്ലാതെ ശശിയുടെ ഓഫീസോ ADGPയുടെ ഓഫീസോ ശിവശങ്കറിന്റെ ഓഫീസുമല്ല. ഇത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ കേരളത്തിലെ തന്നെ ഭരണപക്ഷത്തുള്ള ഒരു MLA അവിശ്വാസം രേഖപ്പെടുത്തുമ്പോൾ അത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ സ്മൃതി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് സേന DGPയുടെ കീഴിൽ ഒരു സംവിധാനവും ADGPയുടെ കീഴിൽ വേറൊരു സംവിധാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുവരെ കേട്ടുകേൾവിയില്ലാതെ ഇന്ത്യയുടെ സേനയെ, കേരളത്തിന്റെ സേനയെ, പോലീസ് സേനയെ രണ്ട് ഗ്രൂപ്പുകളായി മാറ്റുകയാണ്. ഒന്നുകൂടി വ്യക്തതയ്ക്ക് വേണ്ടി പറയാം, നിങ്ങൾ PR ശിവശങ്കറിനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾ എടുത്ത നിലപാടുണ്ട്. ശിവശങ്കറിനെതിരെ ഏത് രൂപത്തിലാണ് നിങ്ങൾ പോയത് എന്നറിയാമല്ലോ. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിരുന്നല്ലോ. അപ്പോൾ എങ്ങനെയാണ് PR ശിവശങ്കറുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു നിലപാടെടുത്തിരുന്നത്? ഇപ്പോൾ ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നിങ്ങൾ മുഖ്യമന്ത്രി രാജിവെക്കണം, പാർട്ടി സെക്രട്ടറി കാശിക്ക് പോകണം എന്നാണ് പറയുന്നത്. MR അജിത് കുമാറിനെതിരെ നിങ്ങൾക്ക് മൃദുസ്വരമാണ്. കാരണം എന്തുകൊണ്ടാണെന്നാണ് നിങ്ങൾ പറയേണ്ടത്. കാരണം അദ്ദേഹത്തിനെതിരെ രാജ്യദ്രോഹ കുറ്റമാണിപ്പോൾ PV അൻവർ ആരോപിക്കുന്നത്. സ്വർണ്ണക്കടത്ത് പുതിയ നിയമപ്രകാരം രാജ്യദ്രോഹ കുറ്റമല്ലേ? വലിയ ആരോപണങ്ങളല്ലേ? സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്തു എന്ന ആരോപണമല്ലേ? ഇതിൽ നിങ്ങൾക്കൊന്നും പറയാനില്ലേ? MR അജിത് കുമാറിനെതിരെ നിങ്ങളുടെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ പറഞ്ഞ രണ്ട് വാചകം പറയൂ. ഇന്നലെയായിരുന്നാലും മെനിങ്ങാന്നായിരുന്നാലും ഇന്നായിരുന്നാലും ഇന്ന് ശ്രീ V മുരളീധരൻ ഉൾപ്പെടെ വ്യക്തമായിട്ടുള്ള നിലപാട് പറഞ്ഞിട്ടുണ്ട്. MR അജിത് കുമാറിനെതിരെ പറയുന്നതിനോടൊപ്പം തന്നെ MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് ആര്? സ്മൃതി ഒരു മിനിറ്റ് കേൾക്കണം. MR അജിത്തിനെ സംരക്ഷിക്കുന്നത് ആര്? ഈ രാജ്യദ്രോഹിയായിട്ടുള്ള വ്യക്തിയെ സംരക്ഷിക്കുന്നത് ആര്? കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ? കേരളത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുമ്പോൾ ആ പ്രധാനമന്ത്രിക്ക് പ്രോട്ടോകോൾ അനുസരിച്ച് പോകേണ്ടത് കേരളത്തിലെ DGP ആണ്. ആ DGPയെ മാറ്റി നിർത്തി ADGPയെ പറഞ്ഞു വിടുന്ന ആരാണ്? കേരളത്തിലെ ആഭ്യന്തര വകുപ്പല്ലേ? അപ്പൊ കേരളത്തിലെ ആഭ്യന്തര വകുപ്പല്ലേ അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയല്ലേ പ്രതി എന്ന് പറയുന്നത്? ദാവൂദ് ഇബ്രാഹിമുമായിട്ട് ബന്ധമുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെയും അതോടൊപ്പം തന്നെ മന്ത്രിമാരുടെയും ഫോൺ ചോർത്തി ഒരു ADGP എന്ന് പറയുമ്പോൾ ഇപ്പോഴും മൗനത്തിലിരിക്കുന്ന ആരാണ്? കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ? ഇന്നിപ്പോ അൻവർ തിരിച്ചു പറയുന്നു. നമുക്ക് ആർക്കും പറയാം, എനിക്കോ സ്മൃതിക്കോ അറിഞ്ഞൂടാ അൻവർ എന്തുകൊണ്ട് കീഴടങ്ങി മുഖ്യമന്ത്രിയുടെ മുന്നിൽ. അപ്പൊ ഈ RS രാജീവ് അൻവർ കീഴടങ്ങി എന്ന് താങ്കൾ എങ്ങനെ മനസ്സിലാക്കുന്നു? സ്മൃതി, ഇന്നലെ വരെ കണ്ട പുലിയല്ലോ, ഇന്നലെ വരെ കണ്ട എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? മുഖ്യമന്ത്രിയുമായി 45 മിനിറ്റ് കൂടിക്കാഴ്ച നടത്തി വന്ന ശേഷം മുഖ്യമന്ത്രിയുമായി 45 മിനിറ്റ് കൂടിക്കാഴ്ച നടത്തി വീണ്ടും വെല്ലുവിളിക്കണമായിരുന്നു. അങ്ങനെയാണോ? വീണ്ടും വെല്ലുവിളിക്കണമായിരുന്നു. അങ്ങനെയാണോ? ഞാൻ പറയട്ടെ സ്മൃതി, വന്ന ശേഷം പറഞ്ഞെന്താ? പിന്നെ ഇന്നലെയൊക്കെ വെല്ലുവിളിച്ച് വന്നിറങ്ങിയ ശേഷം പറഞ്ഞെന്താ? വന്നിറങ്ങിയ ശേഷം പറഞ്ഞെന്താ? ഞാൻ സഹാവിനോടെല്ലാം പറഞ്ഞു, സഹാക്കളെല്ലാം എങ്ങനെയാണ് എങ്കിൽ പിന്നെ ഇന്നലെ മെനിങ്ങാന്ന് പറഞ്ഞെന്തിനാ? ഇന്നലെ മെനിങ്ങാന്ന് എന്തിനാ പ്രതികരിച്ചത്? സഹാവിനോട് പോയി പറഞ്ഞാൽ പോരായിരുന്നോ? ഇത്രയും വിഷയങ്ങളുണ്ട് ഈ സംസ്ഥാനത്ത് നിന്ന്.
ഞാൻ കേൾക്കട്ടെ, തെളിവുകൾ കൊണ്ടെടുക്കാനാണെങ്കിൽ തെളിവ് എന്താ? അൻവർ ആദ്യം പറഞ്ഞെന്താ? ഞാൻ വാദിയെയും പ്രതികളെയും പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിർത്തും. എന്തോ നിർത്താൻ തയ്യാറാക്കാത്തത്? ഞാൻ സഖാവിന് കീഴടങ്ങി, ഞാൻ സഖാവിനോട് പറഞ്ഞിട്ടുണ്ട്, സഖാവ് എല്ലാം നോക്കും, പാർട്ടിയുടെ കോടതിയും പോലീസും അന്വേഷിക്കും എന്നല്ലേ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ അൻവർ കീഴടങ്ങിയാ? അപ്പോൾ അൻവർ കീഴടങ്ങിയാണ്. ശരി, അൻവർ പറയാൻ സാധിക്കുമോ? മുഖ്യമന്ത്രി സഖാവിനോട് പറഞ്ഞു, ഞാൻ എന്റെ പണി കഴിഞ്ഞു, ഒന്നാം ഘട്ടം അവസാനിച്ചു, പിണറായി വിജയൻ പറഞ്ഞു എല്ലാം ശരിയാക്കാം, കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു എല്ലാം ശരിയാക്കാമെന്ന് അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യണം, ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നൊരു ആവശ്യം BJP-ക്കുണ്ടോ? തീർച്ചയായിട്ടും അതാണല്ലോ പറഞ്ഞത്, മാറ്റി നിർത്തണം. കാരണം ഈ സംസ്ഥാനത്തെ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ആളാണ് ADGP എന്ന് പറയുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ നിർത്തിക്കൊണ്ടൊരു അന്വേഷണം നടത്താൻ സാധിക്കില്ല. അത് BJP അസന്നിഗ്ധമായിട്ട് സംസ്ഥാന പ്രസിഡന്റ് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹത്തെ നിർത്തിക്കൊണ്ടുള്ള അന്വേഷണം, ആ അന്വേഷണം ഇത് അട്ടിമറിക്കപ്പെടും. അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ച് ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള വ്യക്തിയോട് എങ്ങനെയാണ് ചോദ്യം ചോദിക്കുന്നത്, എങ്ങനെയാണ് നോട്ടീസ് കൊടുക്കുന്നത്? അപ്പൊ തീർച്ചയായിട്ടും ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം തന്നെയാണ് നടത്തുന്നത്. അദ്ദേഹത്തിനെ ഈ ചുമതലയിൽ ഇരുത്താൻ പറ്റില്ല എന്ന് തന്നെയാണ് BJP-യുടെ നിലപാട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സഹായിച്ചിട്ടുള്ള ADGP-യെ സഹായിച്ചിട്ടുള്ള കൊടും ക്രിമിനലായിട്ടുള്ള രാജ്യദ്രോഹിയായിട്ടുള്ള ADGP-യെ സഹായിച്ചിട്ടുള്ള P. ശശിക്കെതിരെ P. ശശിയും ഈ കുറ്റത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിന്റെ എല്ലാ ഉറവിടമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതെല്ലാം കണ്ടിട്ടും ഒരിക്കൽ കള്ളക്കടത്ത് നടന്ന ഒരു ഓഫീസാ, ആ ഓഫീസിനകത്ത് വീണ്ടും കള്ളക്കടത്തും ലഹരി മാഫിയകളുടെയും അതോടൊപ്പം തന്നെ കൊലപാതകളുടെയും കേന്ദ്രമായി മാറണമെങ്കിൽ അതിന് ഒത്താശ ചെയ്യുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി എന്നല്ലേ പറയാൻ പറ്റൂ. ഒരു വട്ടം ഒരാൾക്ക് പറ്റും, സ്ഥിരം പറ്റാൻ വേണ്ടിയിരുന്നാൽ അപ്പോ വ്യക്തമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് BJP പറയുന്നത്. ശരി, ശ്രീ NP ബാലകൃഷ്ണനിലേക്ക് ഞാൻ വരാം. യാതൊരു സംശയവും ശ്രീ NP ബാലകൃഷ്ണനിലേക്ക് ഞാൻ വരാം. അതിന് Debate with Smriti Parithikad.